പുതുമോടിയിൽ പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നവീകരണ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മാണം പൂർത്തീകരിച്ച ചുറ്റുമതിലിന്റെയും പ്രവേശന കവാടത്തിന്റെയും മോടി പിടിപ്പിച്ച സ്കൂൾ അങ്കണത്തിന്റെയും ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. സ്കൂളിലെ വികസന പ്രവർത്തനങ്ങൾക്കായി 4 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചതിന്റെ സർക്കാർ ഉത്തരവ് മന്ത്രി കൈമാറി. പുത്തൂർ GVHSSൽ നടന്ന ചടങ്ങിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി മുഖ്യാതിഥിയായി. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സന്തോഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നളിനി വിശ്വംഭരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PS സജിത്, VHSC പ്രിൻസിപ്പൽ ടിനോ മൈക്കിൾ, പുത്തൂർ GVHSS പ്രിൻസിപ്പൽ S മരതകം സ്വാഗതവും, പ്രധാനാധ്യാപിക PM സുനിത, GLPS പുത്തൂർ പ്രധാനാധ്യാപിക റിംസി ജോസ്, PTA പ്രസിഡന്റ് സുധീർ കുണ്ടായി, SMC ചെയർമാൻ സന്തോഷ് പുഴക്കടവിൽ, മദർ PTA പ്രസിഡന്റ് ഡെയ്നി ഡാനിഷ്, സ്റ്റാഫ് പ്രതിനിധി ബെന്നി ഐസക് തുടങ്ങിയവർ സംസാരിച്ചു. കേരള ടൈംസ് മീഡിയ. ഈ അവസരത്തിൽ നമുക്ക് മന്ത്രിയോട് നന്ദി പറയാം. നിസ്സാര തുകയല്ല, നമ്മുടെ തൊട്ടടുത്ത സ്കൂളിന് മാത്രമാണ് നമ്മുടെ ഈ 18 കോടി ചില പഞ്ചായത്തുകളിലെ മൊത്തം വികസനം വലിയൊരു തുക നമ്മുടെ പുത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കോമ്പൗണ്ട് ചുറ്റുമതിൽ നിർമ്മിച്ച് ഗേറ്റ് വെച്ച് ഇതുപോലെ തന്നെ ടൈൽ പണികളൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം വളരെ ആഘോഷപൂർവ്വമായി ആഘോഷിക്കുകയാണ്. ഈ ഉദ്ഘാടന കർമ്മം ഔദ്യോഗികമായി നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട റവന്യൂ മിനിസ്റ്ററായിട്ടുള്ള നമുക്കേവർക്കും പ്രിയപ്പെട്ട രാജനാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ നിൽക്കുന്ന ഇപ്പോൾ അധ്യാപകരിരിക്കുന്നത് ഉൾപ്പെടെയുള്ള ഈ കെട്ടിടം പൊളിക്കാനുള്ള എസ്റ്റിമേറ്റ് നമുക്ക് പ്രത്യേകമായി ശ്രദ്ധിക്കണം. അപ്പുറത്ത് 4 കോടി അതിൻ്റെ ആദ്യഘട്ടമായി ഇതിൻ്റെ പുറകിലുള്ള ടോയ്ലറ്റ് മയക്കുമരുന്നിനെതിരായി നമ്മുടെ നാട്ടിലെ തന്നെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ദേശം എന്ന നാടകം, ഇവിടെ ആ നാടകവും അരങ്ങേറി ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചതായി ആദ്യമേ സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. ഞാൻ ഇതുവരെ വന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ വരവിപ്പോഴാണ്. കാരണം വലിയ കെട്ടിടങ്ങളൊക്കെ ഞാൻ പണിത് തീർത്തിട്ടും എൻ്റെ 5 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കേരളത്തിലെ 140 സ്കൂളുകളിൽ ഒന്നാണിതെന്ന് പറഞ്ഞു ഒരു അതിഥിയെ ഒന്ന് വിളിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത പ്രശ്നം ഈ സ്കൂളുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം ഈ മുറ്റത്ത് നിറഞ്ഞു നിന്നിരുന്ന കല്ലുകളാണ്. ഇങ്ങോട്ട് വന്നു കയറിയാൽ സ്കൂളിൻ്റെ മുറ്റമാണെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ നിറച്ച് കല്ലുകളായി, വേണമെങ്കിൽ നല്ലൊരു ഗേറ്റ് ഇല്ലാതെ, അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നേരത്തെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള സുധീറും സന്തോഷും ടിനോമാഷും ഒക്കെ കൂടി ചേർന്ന് ഇവിടെ ഒരു കവാടം വേണമെന്ന് ആശയം വെച്ചപ്പോൾ MLA ഫണ്ട് തന്നെ അതിന് വിനിയോഗിക്കാം എന്ന് പറഞ്ഞ് ചുറ്റുമതിലും MLA ഫണ്ടും കൂടി അന്ന് അനുവദിച്ചു. അത് കഴിവാടി വരുന്ന സമയത്ത് പ്രത്യേകമായി ഒരു അഡ്ജസ്റ്റ്മെന്റ് തന്നെ നടത്തി ആരെയും ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് കളിക്കളവുമായി ബന്ധപ്പെട്ട് ഉള്ള നമ്മുടെ കോൺട്രാക്ടർമാരുടെയും അതിൻ്റെ എഞ്ചിനീയർമാരുടെയും ഒക്കെ സഹായത്തോടെ നമുക്ക് ഈ മുറ്റവും ടൈൽസിടാൻ വേണ്ടി പറ്റി. ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു മുഹൂർത്തമായി. സ്കൂളിൽ തന്നെ ഒരു പൊതു അന്തസ്സുണ്ടായി. ഇനി നമ്മുടെ പ്രശ്നം 1 കോടി രൂപ കൂടി ചെലവഴിച്ചുകൊണ്ടുള്ള 3ാമത്തെ നില ഇവിടെ നിൽക്കുന്നുണ്ട്. വേണ്ടത്ര വേഗത പോരാന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്ര സ്പീഡിൽ പോയാൽ പോരാ.
അതൊന്ന് ചെറിയ സമയം കൊണ്ട് നമുക്കൊന്ന് പൂർത്തീകരിക്കാൻ പറ്റണം. മനോഹരമായിട്ടുള്ളൊരു മാസ്റ്റർ പ്ലാനിൻ്റെ കരട് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് നമ്മൾ നിൽക്കുന്ന ഈ അടുക്കളപ്പര എന്ന പേരിൽ ചുറ്റി നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ പിറകിലുള്ള ആസ്പെറ്റോസ് ഷീറ്റ് ഇട്ടിട്ടുള്ള നീണ്ട കെട്ടിടം, അത് പൂർണ്ണമായും 2-3 നിലകളുള്ള മനോഹരമായിട്ടുള്ള ഒരു കെട്ടിടമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ട്. 4 കോടി രൂപ കൂടി ഭരണാനുമതി കൂടി ഇപ്പോൾ നൽകുകയാണ്. ആ 4 കൂടി കഴിഞ്ഞാൽ പിന്നെ PWD തയ്യാറാക്കിയിട്ടുള്ള എസ്റ്റിമേറ്റ് അനുസരിച്ച്